ഒരിക്കലും ഇത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ കൂടി അവസാനിക്കില്ല. PSCയുടെ ജേണി കണ്ടിന്യൂ ചെയ്യാണ് എന്ന് മാത്രമല്ല PSC വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു എക്സാമാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. കാരണം എൻട്രിയുടെ ആദ്യത്തെ ഇലക്ട്രിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഞാൻ മുമ്പ് പല വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റോറി ഒരിക്കൽ കൂടി പറയുകയാണ്. തീർച്ചയായിട്ടും ഇത്തവണ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇലക്ട്രിക്കൽ എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഒരുപാട് എന്താ പറയുക ഇൻഫർമേഷൻസ് ലഭിക്കുന്ന ഒരു ജേണിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിലുള്ള ആ ഒരു PSC എക്സാം ജേണി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ജോബ് നൽകുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളെക്കുറിച്ചുള്ള ആ ഒരു ധാരണയാണ്. അതേപോലെ സിവിൽ എഞ്ചിനീയേഴ്സ് എന്തുകൊണ്ടാണ് സിവിൽ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം LSGD അതേപോലെ PWDയിലൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകൾ ഓവർസിയർ തസ്തികകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് സിവിൽ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം. അത് മാത്രമൊന്നുമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് കേരളത്തിൽ KSEBയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതല്ലാണ്ട് വേറെ ഒരു എക്സാംസിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അതായത് വേറെയും ഇത് മാത്രമാണോ നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി? ഒരിക്കലുമല്ല. ഇത് കൂടാതെ ഒരുപാട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് PSCയിൽ വരുന്നുണ്ട്. എന്നാൽ ഈ ഓപ്പർച്യൂണിറ്റീസുകൾ പലരും അറിയാറില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിക്കൽ എക്സാംസുകൾ ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക്കൽ എക്സാംസുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി 2020 ആ ഒരു സമയത്ത് നമ്മൾ നടത്തി. അതായത് ഇനി എന്തെല്ലാം എക്സാംസുകളാണ് ഇലക്ട്രിക്കൽ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ അന്ന് നടത്തിയ റിസർച്ചിൽ നമ്മൾ ആദ്യം കണ്ടത് ഈ ഒരു എക്സാമാണ് നോട്ടിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്സാം ഇതിന് മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2020ൻ്റെയും ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ എക്സാം ലാസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 2020 ലാസ്റ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന് മുന്നേ എക്സാം നടന്നത് 2014ലാണ്. എത്ര വർഷത്തെ വ്യത്യാസമാണ്? 6 വർഷത്തെ ഒരു വ്യത്യാസമുണ്ട്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണേ. 6 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്തുണ്ടായിരുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം നടന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ എക്സാം 2020 വരുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ജോബ് പ്രൊഫൈലും സാലറിയൊക്കെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റിൻ്റെ വാല്യൂ കൂടി നമ്മൾ നോക്കി. വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല സാലറി ലഭിക്കുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ 2020 ഇതിൻ്റെ 2021 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബറിലോ ജനുവരിയിലാണെന്ന് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസി എത്രയാണെന്നറിയോ? 3 വേക്കൻസി. നിങ്ങൾ എന്താ ചെയ്യുക? ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു PSC പരീക്ഷയ്ക്ക് 3 വേക്കൻസി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഇത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. മിക്കവാറും ആളുകൾ അങ്ങനെ ചെയ്യലേ. പക്ഷെ ഞാൻ അന്ന് തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, PSC നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വേക്കൻസി അല്ല പിന്നീട് ഉണ്ടാവുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 3 വേക്കൻസി പറഞ്ഞതിൽ ഇപ്പം നിലവിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 33 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ 3 വേക്കൻസിയാണെന്ന് വിചാരിച്ച് അന്ന് അത് അവസാനിപ്പിച്ചിരുന്നെങ്കിലോ? ഇതിന് മുന്നേ നടന്ന എക്സാമിൽ 98 ആളുകൾക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. 98 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞില്ല, ഇത് ഇനിയും കൂടും, ഈ നമ്പർ ഇനിയും കൂടും. അന്ന് 3 എണ്ണമാണ് എന്ന് വിചാരിച്ച് പഠിക്കാതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചല്ല കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഈ 33 കഥയല്ല എനിക്ക് പറയാനുള്ളത്. അന്ന് സംഭവിച്ച ആ ഒരു PSCയിൽ സംഭവിച്ച ഒരു ജേണിയെക്കുറിച്ചാണ് പറയാനുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ആ ജേണി എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് 2021 നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻട്രിയിൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഒരു നെക്സ്റ്റ് മന്ത് ആയപ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ വിചാരിച്ചു 2 എണ്ണമായാലോ, അപ്പോൾ 2നും കൂടി വേണ്ടി നന്നായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് നമ്മൾ പ്രിപ്പറേഷനൊക്കെ കൊണ്ടുപോകാൻ അപ്പോൾ എൻട്രിയിൽ ഇങ്ങനെ സ്റ്റുഡൻസുകളൊക്കെ ജോയിൻ ചെയ്യാണ്. അത് കഴിഞ്ഞ ഉടനെ അടുത്തൊരു സർപ്രൈസ് ആയിട്ട് വന്ന എക്സാമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ലാബിൽ, അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജസിൽ ലാബിലൊക്കെ പോകുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ നിങ്ങൾ ഇൻസ്ട്രക്ടേഴ്സിനെ കാണാറുണ്ട്. സോ ആ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നല്ല പോസ്റ്റ് ആട്ടോ. കാര്യം എന്താ പറയുക, ഈ പോസ്റ്റിൻ്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോളേജിൻ്റെ അതേ ലീവും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടും. അതായത് ശനി ഞായർ ലീവായിരിക്കും. ശനി ഞായർ ലീവ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബിൻ്റെ ഒരു പ്രത്യേകത ആണ് അല്ലേ. അത് നിങ്ങൾക്ക് അടിപൊളിയാക്കിയിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല.
എല്ലാവരും കാത്തിരുന്നു. ഞാൻ പറഞ്ഞു ഏതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും വളരെയധികം കാത്തിരിക്കുന്ന എക്സാംസിലൊന്നായിട്ടുള്ള KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാം ആ ഒരു ജേണിയിൽ പിന്നീട് വരികയായിരുന്നു. KCB സബ് എഞ്ചിനീയർ അതിന് മുന്നേ 786 ആളുകൾക്ക് പോസ്റ്റിംഗ് കിട്ടിയ വന്ന എക്സാമാണ്. ഇപ്പം നിലവിൽ 400-ലധികം ആളുകൾക്ക് 450-ലധികം ആളുകൾക്ക് പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സബ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ദെൻ വീണ്ടും നമ്മൾ ഈ പരീക്ഷക്കൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അടുത്ത എക്സാം വന്നത് PSCയുടെ വക ലെക്ചർ ഇൻ പോളിടെക്നിക്. ലെക്ചർ ഇൻ പോളിടെക്നിക് ആലോചിക്കുക, അതിൻ്റെ ക്വാളിഫിക്കേഷൻ M.Tech ഒന്നും വേണ്ട കേട്ടോ. പോളിടെക്നിക്കിൽ ലെക്ചർ ആവാൻ എന്ത് മാത്രം മതി, നമുക്ക് B.Tech മാത്രം മതി. അപ്പോഴാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് വരുന്നത്. കഴിഞ്ഞോ? ഇല്ല. പിന്നെ എക്സാം വരികയാണ് KSEBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ B.Tech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ 2020 എക്സാംസിന് വേണ്ടി തുടങ്ങിയതും വെറും 3 വേക്കൻസി മാത്രമുള്ള അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഞാൻ പറഞ്ഞു 3 അല്ല, അത് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടല്ലോ ഇപ്പം തന്നെ. അപ്പോൾ അതും കഴിഞ്ഞ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വന്നു. ഇതിനിടയിൽ ഞാൻ പറയാത്ത കുറേ എക്സാംസുകൾ ഉണ്ട് കേട്ടോ. കുറേ ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ വന്നിട്ടുണ്ട്, ITI ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ എക്സാംസുകൾ ഇൻ ബിറ്റ്വീൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു എക്സാമിലായിരുന്നു കേട്ടോ. ഓക്കെ, ഈ ഒരു എക്സാമിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടക്ട് ചെയ്തത്. 2014 കണ്ടക്ട് ചെയ്തിട്ട് പിന്നെ 2020 6 വർഷത്തെ ഒരു ഗ്യാപ്പ് അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആണല്ലേ. അപ്പോൾ ഇനിയും 6 വർഷം വൈകുമോ? ഇല്ല. ഇത്തവണ ഇത്തവണ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഓൾറെഡി PSCയുടെ ഒരു മിനിറ്റ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഈ ജേണിയിലെ ആദ്യത്തെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് ഒരിക്കലും ഇത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി അവസാനിക്കില്ല. PSCയുടെ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല PSC വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ ഒരു എക്സാമുകൾക്കിടയിൽ 6 വർഷം 7 വർഷം 8 വർഷം 9 വർഷമൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുന്നേ എക്സാം വരികയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല. അത് റാങ്ക് ലിസ്റ്റ് ഇനിയും മാസങ്ങൾ ബാക്കിയിരിക്കുന്നുണ്ട്. സോ വിച്ച് മീൻസ് PSC വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാംസുകൾ അത് സബ് എഞ്ചിനീയർ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളിടെക്നിക്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇതെല്ലാം ഇനിയുള്ള മാസങ്ങളിൽ വരും എന്നുള്ള, അതായത് ഇനിയുള്ള അടുത്ത ഒരു ജേണിയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒരു പ്രത്യേക കാര്യം പറയുകയാണ്, എൻട്രിയിൽ ഇപ്പോൾ EduFest എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലൊരു സ്കോളർഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു EduFestൻ്റെ ഭാഗമായിട്ട് എൻട്രിയുടെ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളും ഇന്നേ വരെ നിങ്ങൾക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രൈസിലാണ് ലഭിക്കാൻ പോകുന്നത്. ഈ EduFestൻ്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിലും അതേപോലെ തന്നെ ഗൂഗിൾ ഫോമിലും ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, എൻട്രി ഇന്നേ വരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച സ്കോളർഷിപ്പാണ് എൻട്രി EduFestൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കൂടുതൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് PSCയുടെ ഈ ജേണി മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലേ പോട്ടേന്ന് വെക്കും, നമുക്ക് വേണ്ട, നമുക്കതൊന്നും വേണ്ട, നമ്മൾ വലിയ എക്സാം വന്നിട്ടേ പഠിക്കുമെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരിക, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് വേറെ എക്സാം വരും, ഇത് KCB സബ്. അങ്ങനെ നമ്മൾ അവസാനം KCB സബിലേക്ക് കാത്തിരിക്കും. അങ്ങനെ KCB സബ് എഞ്ചിനീയറിലേക്ക് കാത്തിരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. എന്താ പ്രശ്നം എന്നറിയോ? ഈ എക്സാമിന് തുടക്കം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഞാൻ പറയാണ്, സാധാരണ നമ്മളൊരു ഇലക്ട്രിക്കൽ എക്സാം നോക്കുകയാണെങ്കിൽ ഒരു 25,000 ആളുകളാണ് കോമ്പീറ്റ് ചെയ്യാനുണ്ടാവാറുള്ളതെന്ന് വിചാരിക്കുക. ഒരു പക്ഷേ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്നത് ഒരു 10,000 ആളുകളാണെന്ന് വിചാരിക്കാം. ഒരു 10,000 അല്ല, ഒരു 5,000 ആളുകൾ, 10,000 ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ഒരു 5,000 ആളുകൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കാം. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലേ, അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ലെക്ചർ ഇൻ പോളി, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറൊക്കെ വന്ന് അവരിങ്ങനെ സെറ്റായി നിൽക്കുന്ന ടൈമിലാണ് KSEB സബ് എഞ്ചിനീയർ എഴുതുന്നത്. അപ്പോഴാണ് ബാക്കിയുള്ള 20,000 ആളുകൾ എന്ത് ചെയ്യുന്നത്, എന്നാൽ പിന്നെ സബ് എഞ്ചിനീയർ അങ്ങ് പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് അങ്ങ് വരുന്നത്. അപ്പോൾ ഈ 5,000-ലുള്ള ആളുകൾക്കായിരിക്കും സബ് എഞ്ചിനീയറും കിട്ടാനുള്ള സാധ്യത. അത് ലോജിക്കലി ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കാര്യം എന്താ, 20,000 ആളുകൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റിൽ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു പക്ഷേ അതിൻ്റെ എക്സാം ഡേറ്റും വന്നിട്ടായിരിക്കും പഠിച്ചു കൊടുക്കുന്നുണ്ടാവുക. എന്നാലോ വെറും 5,000 ആളുകളായിരിക്കും ഇപ്പോഴേ നേരത്തെ പഠിച്ചു കൊടുക്കുന്നുണ്ടാവുക. നേരത്തെ പഠിച്ചു കൊടുക്കുന്ന ആളുകൾക്കായിരിക്കും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുക. അപ്പം നിങ്ങൾ എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയിലെ ഏറ്റവും മികച്ച അധ്യാപകർ, ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്,
ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുള്ളത് അത് ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എൻട്രിയുടെ ആദ്യത്തെ കോഴ്സിൽ ഞങ്ങൾക്ക് ലഭിച്ച റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ എക്സാമിലാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കോഴ്സിൽ ലോഞ്ച് ചെയ്ത ഫസ്റ്റ് കോഴ്സിൽ 4ാമത്തെ റാങ്ക് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ എൻട്രിയുടെ ഉദ്യോഗാർത്ഥിയാണ് വാങ്ങിയത്. 5ാമത്തെ റാങ്ക് വാങ്ങിയതും എൻട്രിയുടെ ഉദ്യോഗാർത്ഥിയാണ്. അതായത് ടോപ്പ് 10ൽ 2 റാങ്കുകൾ, ടോപ്പ് 20ൽ 4ലധികം റാങ്കിൽ നമ്മൾ ഉദ്യോഗാർത്ഥികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച റിസൾട്ടാണ് നമുക്ക് അന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞത്. സബ് എഞ്ചിനീയറിലാണെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയറിലാണെങ്കിലും എല്ലാം 1ാം റാങ്ക് ഉൾപ്പെടെ ഒട്ടനേകം റാങ്കുകളാണ് കഴിഞ്ഞ ഈ ഒരു PSC ജേണിയിൽ. അപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് ജോലി ലഭിച്ച ഒരു വർഷങ്ങളാണെങ്കിൽ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ ലഭിച്ച ഒരു വർഷം കൂടിയാണ്, അല്ലെങ്കിൽ PSC ജേണി കൂടിയാണ്. സോ ഈ ഒരു ജേണിയിൽ അടുത്ത തവണ നിങ്ങളായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ പോകുന്നത്. അപ്പം നമ്മുടെ എൻട്രിയുടെ കോഴ്സിൽ എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച ഓഫറോട് കൂടി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.